എതിരപ്പള്ളി വടാട്ടുപാറയിൽ സഹോദരങ്ങൾ തമ്മിലുണ്ടായ വാക്ക് തർക്കത്തെ തുടർന്ന് യുവാവ് വെട്ടേറ്റ് മരിച്ചു. പള്ളിക്കുളങ്ങര ശാസ്താംപൂവം കോളനിയിലെ സത്യനാണ് മരിച്ചത്. സത്യന്റെ ജ്യേഷ്ഠൻ ചന്ദ്രമണി പോലീസ് കസ്റ്റഡിയിൽ. തൃശൂർ പൂരം കലക്കൽ ഉൾപ്പെടെ വിവാദ വിഷയങ്ങളിൽ ഉൾപ്പെട്ട ADGP MR അജിത് കുമാറിനെ DGPയാക്കാൻ സർക്കാരിന്റെ പച്ചക്കൊടി. സ്ക്രീനിംഗ് കമ്മിറ്റി ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചു. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി V അബ്ദുറഹ്മാൻ. രാജ്യത്തെ അതിന്യൂനപക്ഷങ്ങൾക്ക് തുല്യമായ അവകാശങ്ങൾ ലഭ്യമാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കേണ്ടതുണ്ടെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. വേലുപ്പാടത്ത് കടുവയെ കണ്ടുവന്ന അഭ്യൂഹം ആശങ്കയ്ക്കിടയാക്കി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് പരിശോധന നടത്തി. കടുവയുടെ സാന്നിധ്യം കണ്ടെത്താനായില്ലെന്ന് വനം വകുപ്പ്. വെറ്റിലപ്പാറയിലും മോതിരക്കണ്ണി പൂലാർമുടിയിലും വരന്തരപ്പള്ളി കാരിക്കുളം കടവിലും കാട്ടാനകൾ ഇറങ്ങി. നിരവധി കാർഷിക വിളകൾ കാട്ടാനകൾ നശിപ്പിച്ചു. മലക്കപ്പാറ ആനക്കയത്ത് പിടിയാനയുടെ ജഡം കണ്ടെത്തി. കൊടകര ടൗണിലെ പൊതു ശൌചാലയങ്ങൾ പ്രവർത്തനക്ഷമമല്ലാത്തത് ജനങ്ങളെ വലയ്ക്കുന്നതായി പരാതി. മാർക്കറ്റിനകത്തെ പൊതു ശൌചാലയം അടച്ചിട്ടത് വെള്ളമില്ലാത്തതിനെ തുടർന്ന്. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. അതിരപ്പള്ളി കണ്ണൻകുഴിക്ക് സമീപം വടാട്ടുപാറയിൽ സഹോദരങ്ങൾ തമ്മിലുണ്ടായ വാക്ക് തർക്കത്തെ തുടർന്ന് യുവാവ് വെട്ടേറ്റ് മരിച്ചു. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം കോളനിയിലെ 40 വയസ്സുള്ള സത്യനാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് സത്യന്റെ ജ്യേഷ്ഠൻ ചന്ദ്രമണിയെ അതിരപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചന്ദ്രമണിയുടെ ഭാര്യ മായയ്ക്കും വെട്ടേറ്റു. ഇവരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. കണ്ണൻകുഴിയിൽ നിന്ന് 2 കിലോമീറ്റർ അകലെ വടാട്ടുപാറയിൽ വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് കുടിൽ കെട്ടി താമസിക്കുകയായിരുന്നു ഇവർ. മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ചാലക്കുടിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ജയൻ ചേരുന്നു. ജയൻ, വിശദാംശങ്ങൾ. രാജേഷ്, ഇന്ന് വൈകിട്ട് രാത്രി ഏതാണ്ട് 7 മണിയോടെയായിരുന്നു കണ്ണൻകുഴി വനത്തിനകത്ത് ഈ കൊലപാതകം നടന്നത്. ഇവിടെയുള്ള ശാസ്താംപൂവം കോളനിയിലെ ചന്ദ്രമണി എന്നയാളാണ് സഹോദരൻ സത്യനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇവർ തമ്മിൽ ഈ മദ്യം കുടിക്കുന്നത് സംബന്ധിച്ച് തർക്കമുണ്ടായി. ഇത് അടിപിടിയിൽ കലാശിക്കുകയായിരുന്നു. ഇതിനിടെ സത്യന്റെ ഭാര്യയും പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. അതോടൊപ്പം ചന്ദ്രമണിയുടെ ഭാര്യ മായയും ഈ സംഘർഷം ഒഴിവാക്കാൻ ശ്രമിച്ചു. ഇതിനിടയിൽ അവർക്കും കഴുത്തിന് വെട്ടേറ്റു. ഇവരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇവരുടെ നില ഗുരുതരമല്ലെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഏറെ നാളായി ചന്ദ്രമണി ശാസ്താംപൂവം കോളനിയിൽ നിന്നും കണ്ണൻകുഴിയിലെ വടാട്ടുപാറയിലെത്തി ഇവിടെ കുടിൽ കെട്ടി വനവിഭവങ്ങൾ ശേഖരിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് സത്യനും ഭാര്യയും ഇവിടെ കണ്ണൻകുഴിയിലെത്തി ഇവരോടൊപ്പം ചേർന്നത്. ഈ ഇരു കുടുംബങ്ങളും ഒരുമിച്ച് വനവിഭവങ്ങൾ ശേഖരിക്കുകയും അവ വിൽപ്പന നടത്തുകയും ഒക്കെ ചെയ്തു വരികയായിരുന്നു. ഇതിനിടയിൽ മദ്യം അവിടെ എത്തുകയും ഇവർ കുടിലിനകത്ത് അവിടെ പാറപ്പുറത്ത് കെട്ടിയിരിക്കുന്ന കുടിലിനകത്ത് ഇത് മദ്യം കഴിക്കുകയും പിന്നീട് ഇവർ ഒരു വഴക്കിലേക്ക് പോവുകയുമായിരുന്നതാണ് അതിരപ്പള്ളി പോലീസ് നമുക്ക് തരുന്ന വിവരം. രാജേഷ്. ഓക്കെ ജയൻ. അതിരപ്പള്ളി കണ്ണൻകുഴിക്ക് സമീപം വടാട്ടുപാറയിൽ വനവാസികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ യുവാവ് വെട്ടേറ്റ് മരിച്ചു. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം കോളനിയിലെ 40 വയസ്സുള്ള സത്യനാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് സത്യന്റെ ജ്യേഷ്ഠൻ ചന്ദ്രമണിയെ അതിരപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമ്മോട് പങ്കുവച്ചത് ചാലക്കുടിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ജയനാണ്.
മറ്റു വാർത്തകളിലേക്ക്. തൃശൂർ പൂരം കലക്കൽ ഉൾപ്പെടെ വിവാദ വിഷയങ്ങളിൽപ്പെട്ട ADGP MR അജിത് കുമാറിന് DGPയായി സ്ഥാനക്കയറ്റം നൽകാൻ സർക്കാരിന്റെ പച്ചക്കൊടി. സ്ക്രീനിംഗ് കമ്മിറ്റി ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചു. ജൂലൈ 1 ഒഴിവ് വരുന്ന മുറയ്ക്ക് DGPയായി സ്ഥാനക്കയറ്റം ലഭിക്കും. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള കമ്മിറ്റിയാണ് അജിത് കുമാർ അടക്കമുള്ളവരുടെ സ്ഥാനക്കയറ്റം ശുപാർശ ചെയ്തത്. DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റത്തിനായിരുന്നു ശുപാർശ. അന്വേഷണം നേരിടുന്നത് സ്ഥാനക്കയറ്റത്തിന് തടസ്സമല്ലെന്നായിരുന്നു ശുപാർശ. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്ന് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGPയെ സർക്കാർ മാറ്റിയിരുന്നു. CPI മന്ത്രിമാർ ഉൾപ്പെടെ അജിത് കുമാറിനെ ADGP സ്ഥാനത്തു നിന്നും നീക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരുന്നു. ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ ആവശ്യങ്ങൾ പഠിക്കാൻ നിയോഗിച്ച JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുമെന്ന് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ. ന്യൂനപക്ഷ അവകാശ ദിനാചരണം തൃശൂർ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു V അബ്ദുറഹ്മാൻ. ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നത് ഔദാര്യമല്ലെന്നും മന്ത്രി പറഞ്ഞു. ഒരു രാജ്യം യഥാർത്ഥത്തിൽ സ്വതന്ത്രമാണോ എന്ന് വിലയിരുത്തപ്പെടുന്നത് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അടക്കമുള്ള ജനവിഭാഗങ്ങളുടെ സുരക്ഷയെ കണക്കാക്കിയാണ്. ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഭരണകൂടങ്ങൾ കുറെ കൂടി ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. രാജ്യത്തെ അതിന്യൂനപക്ഷങ്ങൾക്ക് തുല്യമായ അവകാശങ്ങൾ ലഭ്യമാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കേണ്ടതുണ്ടെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് A റഷീദ് അധ്യക്ഷത വഹിച്ചു. മേയർ MK വർഗീസ്, സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഡയറക്ടർ സഫ്ന നാസറുദ്ദീൻ, മാധ്യമപ്രവർത്തകൻ TM ഹർഷൻ, സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ, സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട് തുടങ്ങിയവർ സംസാരിച്ചു. ഓരോ ന്യൂനപക്ഷത്തിന്റെയും അവകാശങ്ങൾ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് രാഷ്ട്രത്തിന്റെ ജനാധിപത്യ ഘടന ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒന്നാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾ അഭിമുഖീകരിക്കുന്ന വിവേചനം, അത് ഒഴിവാക്കൽ, സാമൂഹിക സമത്വങ്ങൾ എന്നിങ്ങനെ പലപ്പോഴും അവഗണിക്കപ്പെടുന്ന വിഷയങ്ങളിലേക്ക് വെളിച്ചം വീശാൻ വേലുപ്പാടത്ത് കടുവയെ കണ്ടുവന്ന അഭ്യൂഹം പരന്നത് ആശങ്കയ്ക്കിടയാക്കി. വേലുപ്പാടം മുള ഗവേഷണ കേന്ദ്രത്തിന്റെ പറമ്പിൽ നിന്ന് കടുവ റോഡിലേക്ക് ചാടി തൊട്ടടുത്ത കശുമാവിൻ തോട്ടത്തിലേക്ക് പോയത് ബൈക്ക് യാത്രക്കാരൻ കണ്ടുവെന്നാണ് പറയുന്നത്. ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. ഇതേ തുടർന്ന് പാലപ്പിള്ളി വനപാലകരുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് പരിശോധന നടത്തി. മുള ഗവേഷണ കേന്ദ്രത്തിന്റെ പറമ്പിൽ നിന്ന് വ്യക്തമല്ലാത്ത കാൽപ്പാട് കണ്ടെത്തി. എന്നാൽ ഇവ കടുവയുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. വേലുപ്പാടത്തെ സ്കൂൾ, ആശുപത്രി, തീർത്ഥാടന കേന്ദ്രം എന്നിവയ്ക്ക് സമീപത്തായി 100 മീറ്റർ മാറിയാണ് റോഡിൽ കടുവയെ കണ്ടതായി പറയുന്നത്. വീട്ടിൽ നിന്ന് വേലുപ്പാടത്തേക്ക് പോകുന്ന വഴിയിലാണ് ഒരു വൈകിട്ട് ഏകദേശം ഒരു 6:30 സമയം. പെട്ടെന്ന് ഇവിടെ എത്തിയപ്പോഴേക്കും ഫ്രണ്ടിലൊരു ബൈക്ക് പാസ് ചെയ്ത് കടന്നുപോയി. അതിന്റെ പുറകിലായിട്ട് ചാടുകയാണ് ഉണ്ടായത്. അത് അത്ര ഹൈറ്റിൽ വന്ന് ചാടി, ഇവിടുന്ന് ചാടി അങ്ങനെ നേരെ കശുവപ്പിലേക്ക് ചാടി ഓടുകയുണ്ടായിരുന്നു. അത് നമുക്ക് പെട്ടെന്ന് ആ സ്പീഡിലായിരുന്നു. അതുകൊണ്ട് വരെയാണ് നമുക്കത് പെട്ടെന്ന് കണ്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് കടുകാനാണ് സാധ്യത എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയേറെ ജനസാന്ദ്രതയുള്ള പ്രദേശത്ത് കടുവയിറങ്ങാൻ സാധ്യത കുറവാണെന്നാണ് വനപാലകരുടെ പ്രാഥമിക നിഗമനം. 5 അടിയോളം ഉയരമുള്ള മുള ഗവേഷണ കേന്ദ്രത്തിന്റെ ഇരുമ്പുവേലി ചാടിക്കടന്ന് കടുവ പോയതെന്നാണ് പറയുന്നത്. കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കുമെന്നും ആവശ്യമെങ്കിൽ ക്യാമറ സ്ഥാപിക്കുമെന്നും പാലപ്പിള്ളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ രതീഷ് പറഞ്ഞു. TCV പുതുക്കാട്. അതിരപ്പള്ളിയിൽ 2 ഇടങ്ങളിൽ കാട്ടാനകൾ ഇറങ്ങി. വെറ്റിലപ്പാറ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വെറ്റിലപ്പാറ സ്വദേശികളായ മാനാടൻ വർഗീസ്, കൈതവളപ്പിൽ ശശി എന്നിവരുടെ തെങ്ങും വാഴയും കവുങ്ങും ഉൾപ്പെടെയുള്ള വിളകളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. കാട്ടാനകളെ തുരത്തുവാനുള്ള ശ്രമത്തിനിടെ ആനകൾ കർഷകർക്ക് നേരെ തിരിഞ്ഞു. കർഷകർ ഓടിമാറിയതിനാൽ അപകടമൊഴിവായി. സമീപത്തെ എണ്ണപ്പന തോട്ടത്തിൽ കാട്ടാനകൾ നിലയുറപ്പിച്ചു. ആനകളെ തുരത്തുവാൻ ശ്രമിച്ച പ്ലാന്റേഷൻ ജീവനക്കാർക്ക് നേരെ കാട്ടാനകൾ പാഞ്ഞെടുത്തു. അതിനിടെ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ട് പരിസരത്തും കാട്ടാനയെത്തി. കൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതിയാണ് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് എത്തിയത്. പറമ്പിൽ നിലയുറപ്പിച്ച ആന തെങ്ങിൽ നിന്ന് പട്ടയും കരിക്കും പറിച്ച് ഭക്ഷിച്ചു. പോലീസ് ഉദ്യോഗസ്ഥർ ഒച്ചവെച്ചാണ് ആനയെ തുരത്തിയത്. മൂതിരക്കണ്ണി പുലാർമൊഴിയിൽ കാട്ടാനകൾ ജനവാസ കേന്ദ്രത്തിലിറങ്ങി വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിച്ചു. പുലാർമൊഴി ചേരവേലിയിൽ ബെന്നി താമസിക്കുന്ന ഷെഡിനടുത്തെത്തിയ ആനകൾ 2 മണിക്കൂറോളം പരിസരത്ത് ചുറ്റിത്തിരിഞ്ഞു. 6 റബ്ബർ മരങ്ങളും കവുങ്ങുകളും മറച്ചിട്ടു. പുതിയ വീട് നിർമ്മാണം നടക്കുന്നതിനാൽ ബെന്നിയും കുടുംബവും ഷെഡിലാണ് താമസം. സമീപത്തെ കല്ലുമട സുരേഷിന്റെ പറമ്പിലെ 10ഓളം റബ്ബർ മരങ്ങളും കവുങ്ങുകളും ഒടിച്ചിട്ടു. ജനതാദൾ നേതാവ് യുജീൻ മൊറേലിയുടെ പറമ്പിലെ 20 റബ്ബർ മരങ്ങളും 15ഓളം കവുങ്ങുകളും കാട്ടാന നശിപ്പിച്ചിട്ടുണ്ട്. മറ്റു പറമ്പുകളിലും ആനകൾ നാശം വിതച്ചു. 4 ആനകളാണ്
സംഘമാണ് ചൊവ്വാഴ്ച ഇറങ്ങിയത്. കർഷകരും വിവരം അറിഞ്ഞെത്തിയ വനപാലകരും ആവുന്നത്ര പരിശ്രമിച്ചിട്ടും ആനകൾ തിരികെ പോയില്ല. ഏതാനും ദിവസം മാത്രം പ്രായമുള്ള കുട്ടിയാന കൂട്ടത്തിലുള്ളതാണ് ഇവ തിരികെ പോകാൻ മടിക്കുന്നതെന്ന് വനപാലകർ പറഞ്ഞു. മലക്കപ്പാറ ആനക്കയത്ത് പിടിയാനയുടെ ജഡം കണ്ടെത്തി. ഏകദേശം 30 വയസ്സുള്ള ആനയുടെ 3 ആഴ്ച പഴക്കമുള്ള ജഡമാണ് കണ്ടത്. ആനക്കയം റേഞ്ചിൽപ്പെട്ട ഷോളയാർ വനമേഖലയിൽ അടവരത്തൂട്ടിൽ അഴുകിയ നിലയിലായിരുന്നു ജഡം. കടുവയുടെ ആക്രമണമായിരിക്കാം മരണത്തിന് കാരണമെന്ന് കരുതുന്നു. ഫോറസ്റ്റ് സർജൻ സ്ഥലത്തെത്തി പോസ്റ്റ്മോർട്ടം നടത്തിയ ജഡം ഉൾക്കാട്ടിൽ സംസ്കരിച്ചു. വരന്തരപ്പള്ളി കാരിക്കുളം കടവിൽ വീണ്ടും കാട്ടാനയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കല്ലേലി സജീവന്റെ പറമ്പിലാണ് ആനക്കൂട്ടം ഇറങ്ങിയത്. വാഴകളും കവുങ്ങുകളും നശിപ്പിച്ച ആനക്കൂട്ടം പുലർച്ചെയാണ് തിരിച്ചുപോയത്. പ്രദേശത്ത് മാസങ്ങളായി ആനശല്യം രൂക്ഷമാണ്. പുഴ കടന്നെത്തുന്ന ആനകൾ ജനവാസ മേഖലയിലെ പറമ്പുകളിലിറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവാണ്. ആനക്കൂട്ടം പറമ്പുകളിൽ എത്തുന്നത് വീട്ടുകാർ അറിയുന്നുണ്ടെങ്കിലും ആക്രമണ ഭീതിയിൽ ആരും പുറത്തിറങ്ങാറില്ല. പുഴയുടെ സമീപത്തുള്ള പറമ്പുകളിൽ കൃഷി നശിച്ചതോടെ കർഷകർ ദുരിതത്തിലാണ്. ആനശല്യം രൂക്ഷമായിട്ടും കർഷകർക്കുണ്ടായ നഷ്ടം നികത്തുവാനോ കാട്ടാനകളെ കാട് കയറ്റുവാനോ വനപാലകർ ഇടപെടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. കൊടകര ടൗണിലെ പൊതു ശൌചാലയങ്ങൾ പ്രവർത്തനക്ഷമമല്ലാത്തത് ജനങ്ങളെ വലയ്ക്കുന്നതായി പരാതി. ടൗണിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഈ ടോയ്ലറ്റുകളും മിനി മാർക്കറ്റ്, ഗാന്ധിനഗർ എന്നിവിടങ്ങളിലുള്ള പൊതു ശൌചാലയങ്ങളും നോക്കുകുത്തികളായി മാറിയെന്നാണ് ആക്ഷേപമുയരുന്നത്. പ്രാഥമികാവശ്യങ്ങൾ നിറവേറ്റാൻ സൗകര്യമില്ലാത്തതിനാൽ ദുരിതം അനുഭവിക്കുകയാണെന്ന് വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളടക്കമുള്ളവർ പരാതിപ്പെട്ടു. മിനി മാർക്കറ്റിനകത്തെ പൊതു ശൌചാലയം വെള്ളമില്ലാത്തതിനെ തുടർന്നാണ് അടച്ചിട്ടത്. വാട്ടർ ചാർജ് കുടിശ്ശിക വന്നതോടെ ഇവിടേക്കുള്ള കണക്ഷൻ വാട്ടർ അതോറിറ്റി വിച്ഛേദിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണമായതെന്ന് പറയുന്നു. 4 സ്ത്രീകളുണ്ട് ഈ മാർക്കറ്റിന്റെ ഉള്ളില്. ഇവര് എവിടേക്കാ പോകണ്ടേന്നൊരു തീരുമാനം ഇല്ലാണ്ട നിൽക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിനെയും സെക്രട്ടറിനെയും എല്ലാവരും വിളിച്ചറിയിച്ചപ്പോ 7 ലക്ഷം രൂപയോളം അവര് അടച്ചിട്ടില്ല എന്നാണ് പൈപ്പിന്റെ ആൾക്കാർ പറയണത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം. ഇവിടെ 7 ലക്ഷം രൂപ അടയ്ക്കേണ്ടെന്നാണ് പറയണത്. അത് പക്ഷേ ഇതിന് മീറ്റർ ഒന്നുമില്ല. അതെങ്ങനെയാണ് ഈ 7 ലക്ഷം രൂപ അടയ്ക്കാമെന്ന് ഞങ്ങൾക്കറിയില്ല. ജലവിതരണം പുനഃസ്ഥാപിച്ച് എത്രയും പെട്ടെന്ന് പൊതുശുചിമുറി തുറന്നു നൽകണമെന്നാണ് ആവശ്യമുയരുന്നത്. TCV കൊടകര. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ അർഹനായി. പിങ്കളകേശിനി എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. ഗാനരചയിതാവ്, വിവർത്തകൻ, ചിത്രകാരൻ, തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ ശ്രദ്ധേയനാണ് കെ ജയകുമാർ. നിലവിൽ കേരള സർക്കാരിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഡയറക്ടറാണ്. വാളയാർ പോക്സോ കേസുകളിൽ CBI സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി ഉല്ലൂർ സ്വദേശി അഡ്വക്കേറ്റ് പയസ് മാത്യുവിനെ നിയമിച്ചു. 33 വർഷത്തിലധികമായി അഭിഭാഷകനായി പ്രവർത്തിക്കുന്ന പയസ് മാത്യു നേരത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറായും ഗവൺമെന്റ് പ്ലീഡറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 6 വർഷത്തോളം പോക്സോ കോടതിയിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്നു. പാലക്കാട് പോക്സോ സ്പെഷ്യൽ കോടതിയിലായിരുന്ന വാളയാർ കേസ് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം എറണാകുളം CBI കോടതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അയ്യന്തൂർ ലാലൂരിൽ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ ആടുകൾ ചത്തു. മേനാശ്ശേരി വീട്ടിൽ പോൾ ജോസിന്റെ ആടുകളെയാണ് മതിൽ ചാടി കടന്നെത്തിയ നായ്ക്കൾ ഇരുമ്പുകൂടിനുള്ളിൽ കടന്നു കൊന്നത്. ഇതിനു മുൻപും സമാന രീതിയിൽ വളർത്തുമൃഗങ്ങളെ തെരുവുനായ്ക്കൾ പിടിച്ചുകൊണ്ടുപോകുന്നത് പതിവാണെന്ന് പോൾ പറഞ്ഞു. തെരുവുനായ ശല്യം മൂലം വളർത്തുമൃഗങ്ങളെ വളർത്താൻ സാധിക്കാത്ത സാഹചര്യമാണെന്ന് നാട്ടുകാരും പറയുന്നു. കോർപ്പറേഷൻ വിഷയത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. നായ്ക്കളെ വീട്ടിലേക്ക് ചാടിക്കേരി ഇരുമ്പുകൂട്ടിൽ കിടന്ന ആട്ടിൻകുഞ്ഞുങ്ങളെ കൊന്നിരിക്കുകയാണ്. ഇതോടെ തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസക്കാലം ഏകദേശം ധാരാളം ഇവിടുത്തെ കോഴികളെയും താറാവുകളെയും ആടുകളെയും ഒക്കെ തെരുവ് നായ്ക്കൾ പിടിച്ച് വളരെയധികം നാശനഷ്ടം. 2 കുഞ്ഞുങ്ങളാണ് കൊന്നിരിക്കുന്നത്. ഇതൊരു കുഞ്ഞ്, വേറെ കുഞ്ഞ് അവിടെയുണ്ട്. 2 കുഞ്ഞുങ്ങളെയാണ് കടികിട്ടി ഇതായിരിക്കുന്നത്. CPM തൃശൂർ ഏരിയ സമ്മേളനം സമാപിച്ചു. സമാപനത്തോടനുബന്ധിച്ച് പാട്ടരാക്കലിൽ നിന്ന് സമാപന സമ്മേളന വേദിയായി പോകുന്നത്തേക്ക് റാലിയും റെഡ് വോളണ്ടിയർ മാർച്ചും നടന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു ഉദ്ഘാടനം ചെയ്തു. മുൻമന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ്, ഏരിയ സെക്രട്ടറി അനൂപ് ഡേവിസ് കാട തുടങ്ങിയവർ സംസാരിച്ചു. சைவமோ திருளவோ சைவமோ திருளவோ சைவமோ திருளவோ சைவமோ சேரவோ சந்தனமோ சேரவோ சந்தனமோ சேரவோ சந்தனமோ சேரவோ சந்தனமோ
തൃശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിൽ കുചേല ദിനം ആഘോഷിച്ചു. ഉച്ചതിരിഞ്ഞ് നട തുറന്നതോടെ കുചേല ദിനത്തിലെ പ്രത്യേക ചടങ്ങായി കണ്ണന് അവിൽ നിവേദ്യ സമർപ്പണവും ഉണ്ടായി. തുടർന്ന് ഭക്തർക്ക് നിവേദ്യം വിതരണം ചെയ്തു. കുചേല ദിനത്തിലെ അവിൽ നിവേദ്യ സമർപ്പണം ദാരിദ്ര്യ ദുഃഖത്തിൽ നിന്ന് മോചനം നൽകുമെന്നാണ് വിശ്വാസം. നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തിയത്. അവൽ നിവേദ്യത്തിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ദേവസ്വം ഒരുക്കിയിരുന്നത്. ചോറ്റാനിക്കര വിജയന്മാരാരുടെ പ്രമാണത്തിൽ മേജർ സെറ്റ് പഞ്ചവാദ്യവും അരങ്ങേറി. ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ, ഭരണസമിതി അംഗം ശശിധരൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കോർപ്പറേഷൻ ഒല്ലൂർ സോണൽ ഓഫീസ് നിർമ്മാണം പൂർത്തിയായി. 17,500 ചതുരശ്രടിയിൽ 3 നിലകളിലായാണ് സോണൽ ഓഫീസ് നിർമ്മിച്ചിട്ടുള്ളത്. 5.5 കോടി രൂപ ചെലവിലാണ് സോണൽ ഓഫീസ് നിർമ്മിച്ചിരിക്കുന്നത്. കോൺഫറൻസ് ഹാളും ലിഫ്റ്റും കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട്. 3 മാസത്തിനുള്ളിൽ 2ാം ഘട്ട നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങും. ഒല്ലൂരിലെ നിലവിലെ മാർക്കറ്റും ടൗൺ ഹാളും സോണൽ ഓഫീസിന്റെ സമീപത്തേക്ക് മാറ്റും. ഒല്ലൂർ റോഡ് വികസന പ്രവൃത്തികളും ഉടൻ ആരംഭിക്കും. സ്ഥലം ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി 23-ാം തീയതി രാഷ്ട്രീയ പാർട്ടികളുടെയും 29-ന് സർവകക്ഷി യോഗവും ചേരും. 4ാം ഘട്ടത്തിൽ ഒല്ലൂരിലെ പഴയ മാർക്കറ്റിൽ ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും നിർമ്മിക്കും. മാലിന്യ നിർമ്മാർജ്ജനം മികച്ച രീതിയിൽ നടപ്പിലാക്കുന്ന വടക്കാഞ്ചേരി നഗരസഭയിൽ എത്തുന്നവർക്ക് വേറിട്ട അനുഭവമായി പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്നുള്ള കൗതുക വസ്തുക്കൾ. പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് തയ്യാറാക്കിയ ഓട്ടോറിക്ഷയും തലയുയർത്തി നിൽക്കുന്ന കുട്ടിക്കൊമ്പനും മയിലും മാനും പൂച്ചയും ജിറാഫുമെല്ലാം നഗരസഭാങ്കണത്തിലെത്തുന്നവർക്ക് കൗതുകമായി. പ്ലാസ്റ്റിക് എത്ര കിട്ടിയാലും മനോഹരമായ ക്രാഫ്റ്റുകളാക്കി മാറ്റുന്ന ചേലക്കര സ്വദേശി 22-കാരനായ ഷിബുവാണ് ഈ പ്ലാസ്റ്റിക് ശില്പങ്ങൾ നഗരസഭാ സെക്രട്ടറി മനോജിന് കൈമാറിയത്. സ്പ്രേ പെയിന്റിംഗ് തൊഴിലാളിയായ ഷിബു ഒഴിവു സമയങ്ങളിലാണ് ഇവ നിർമ്മിക്കുന്നത്. സ്വച്ഛ് സർവേഷൻ 2024ന്റെ ഭാഗമായുള്ള പ്രദർശനം ജനശ്രദ്ധ ആകർഷിക്കുകയാണ്. ഉപയോഗശൂന്യമായ വസ്തുക്കളെ മനോഹരവും വ്യത്യസ്തവുമാക്കി മാറ്റുക എന്ന അവബോധം ജനങ്ങളിൽ ഉളവാക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് പ്രദർശനം. TCV വടക്കാഞ്ചേരി. തൃശൂർ സെന്റ് തോമസ് കോളേജും കളമശ്ശേരി SCMS കോളേജും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി നടത്തിയ സേഫ് റോഡ് ഹാപ്പി റോഡ് പദ്ധതിയുടെ റിപ്പോർട്ട് സമർപ്പണവും കൺസൾട്ടിംഗ് മീറ്റിംഗും സെന്റ് തോമസ് കോളേജിൽ നടന്നു. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ മാർട്ടിൻ കൊളമ്പ്രത്ത്, എക്സിക്യൂട്ടീവ് മാനേജർ ഫാദർ ബിജു പാണയങ്ങാടൻ, കോർപ്പറേഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി, കോർപ്പറേഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് വില്ലി എന്നിവർ സംസാരിച്ചു. കോർപ്പറേഷൻ പരിധിയിലെ 40 സ്കൂളുകളും 7 കോളേജുകളും ലേണിംഗ് സിറ്റിയുമായി ബന്ധപ്പെട്ട പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. കടലാമകളെക്കുറിച്ച് തയ്യാറാക്കിയ എൻവയൺമെന്റൽ ഡോക്യുമെന്ററി ഫെസ്റ്റിലേക്ക് തെരഞ്ഞെടുത്തു. The ocean is a storehouse of biodiversity. വംശനാശ ഭീഷണി നേരിടുന്ന ഒലീവ് റെഡ്ലി വിഭാഗത്തിൽപ്പെട്ട കടലാമകളുടെ സംരക്ഷണം പ്രമേയമാക്കി കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന് വേണ്ടി ശശികുമാർ അമ്പലത്തറ നിർമ്മിച്ച ഡോക്യുമെന്ററി പ്രസിദ്ധമായ എൻവയോൺമെന്റൽ ഡോക്യുമെന്ററി ഫെസ്റ്റിലേക്ക് തിരഞ്ഞെടുത്തു. ചാവക്കാട്, കോഴിക്കോട്, മലപ്പുറം എന്നിവിടങ്ങളിലെ തീരങ്ങളിലാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ജനിച്ചു വീണ അതേ തീരമായിരിക്കും പെണ്ണാമകൾ മുട്ടയിടാനായി വർഷങ്ങൾക്ക് ശേഷം തിരഞ്ഞെടുക്കുന്നത്. ആയിരക്കണക്കിന് കിലോമീറ്റർ കടലാമകൾ ഇതിനായി യാത്ര ചെയ്യാറുണ്ട്. മുട്ട വിരിഞ്ഞ് കടലിലേക്കിറങ്ങിയ ആൺകടലാമകൾ പിന്നെ ഒരിക്കലും കരയിലേക്ക് തിരിച്ചു വരാറില്ല. കടലാമകളെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി തയ്യാറാക്കിയത് 2 വർഷമെടുത്താണ്. ജൈവ വൈവിധ്യത്തെ മുറുകെ പിടിക്കുന്ന കാഴ്ചകളാണ് ഒരൽപ്പം കരതരു കടലാമകൾക്കൊരു സ്നേഹതീരം എന്ന ഡോക്യുമെന്ററി പറയുന്നത്. വിജേഷ് നാഥ്, മധു കാവിൽ എന്നിവർ ചേർന്നാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഫോർ ചിൽഡ്രൻസ് ആൻഡ് യൂത്ത്, പൂനെ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ, ഇന്റർനാഷണൽ കൊൽക്കത്ത ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങി 10ഓളം ചലച്ചിത്ര മേളകളിൽ ചിത്രം പ്രദർശിപ്പിച്ചു. TCV ന്യൂസ്, കുന്നംകുളം. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷന്റെ തൃശൂർ ജില്ലാ സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അപ്സര മാധവ് അധ്യക്ഷത വഹിച്ചു. TR അഭിമന്യു, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ VM ഹാരിസ്, അഡ്വക്കേറ്റ് TR രമേഷ് കുമാർ, സംസ്ഥാന സെക്രട്ടറി VM പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു.
കൊടുങ്ങല്ലൂരിൽ ദേശീയപാത നിർമ്മാണം നാട്ടുകാർ തടഞ്ഞു. ദേശീയപാത 66-ൽ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ഓഫീസ് ജംഗ്ഷനിൽ ക്രോസിംഗ് സൌകര്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ സമരം നടക്കുന്നതിനിടയിലാണ് തർക്കസ്ഥലത്ത് റോഡ് പണിയാൻ കരാറുകാരൻ ശ്രമിച്ചത്. നിർമ്മാണം ആരംഭിക്കുവാനുള്ള ശ്രമം നഗരസഭാ കൌൺസിലർ പരമേശ്വരൻകുട്ടി, കർമ്മസമിതി ചെയർമാൻ പവിത്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടയുകയായിരുന്നു. നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയതിനെ തുടർന്ന് സംഘർഷാവസ്ഥ ഉടലെടുത്തു. ഇതിനിടെ പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും ഇരുകൂട്ടരും പിന്മാറാൻ തയ്യാറായില്ല. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ കൂടി രംഗത്തെത്തിയതോടെ പ്രതിഷേധം ശക്തമായി. മണിക്കൂറുകൾ നീണ്ട അനിശ്ചിതാവസ്ഥയ്ക്കൊടുവിൽ കരാർ കമ്പനിക്കാർ പിന്മാറിയതോടെ പ്രശ്നം താൽക്കാലികമായി അവസാനിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി.എസ്. സജീവൻ, ഡിസിസി ജനറൽ സെക്രട്ടറി ടി.എം. നാസർ, സിപിഐ നേതാവ് ടി.എം. നാസർ, സിപിഎം ലോക്കൽ സെക്രട്ടറി ടി.ടി. പ്രഭേഷ്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഇ.എസ്. സാബു, മുസ്ലിം ലീഗ് നേതാവ് യൂസഫ് പടിയത്ത്, നഗരസഭാ കൌൺസിലർമാരായ സി.എസ്. സുമേഷ്, ധന്യ ഷൈൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. ഹൃദയത്തിലെ അണുബാധയെ തുടർന്ന് ചികിത്സയിലുള്ള യുവാവ് സുമനസ്സുകളുടെ സഹായം തേടുന്നു. പറപ്പൂർ സ്വദേശി പാണേങ്ങാടൻ വിൽസൺ മകൻ സാവിയോ ആണ് തുടർ ചികിത്സയ്ക്കായി ഉദാരമതികളുടെ സഹായം തേടുന്നത്. ഗൾഫിൽ ഇലക്ട്രിക്കൽ മേഖലയിൽ ജോലി ചെയ്തിരുന്ന സാവിയോ ശ്വാസതടസ്സമുണ്ടായതിനെ തുടർന്നാണ് നാട്ടിലെത്തിയത്. പിന്നീട് നടന്ന പരിശോധനയിലാണ് ഹൃദയത്തിൽ അണുബാധ കണ്ടെത്തിയത്. ഇതേ തുടർന്ന് വാൽവ് 2 തവണ മാറ്റിവെച്ചു. അതിസങ്കീർണമായ 2 ശസ്ത്രക്രിയകൾ കഴിഞ്ഞുവെങ്കിലും അണുബാധ കൂടി. വിദഗ്ധ പരിശോധന നടത്തിയെങ്കിലും അണുബാധയുടെ കാരണം കണ്ടെത്താനായില്ല. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ തുടരുന്ന സാവിയോയുടെ ചികിത്സയ്ക്കുള്ള സാമ്പത്തിക ചിലവുകൾ ഇവരുടെ കുടുംബത്തിന് താങ്ങാനാവുന്നതിലും അപ്പുറത്താണ്. സാവിയോയുടെ മടങ്ങിവരവിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ഭാര്യയും 3 വയസ്സുള്ള മകളും അടങ്ങുന്ന കുടുംബം. TCV ന്യൂസ്, തൃശൂർ. വാണിജ്യം. സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള വസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരവുമായി തൃശൂർ റൌണ്ട് വെസ്റ്റിൽ സിറ്റി സെന്ററിന് സമീപം പ്രവർത്തിക്കുന്ന അവൾക്കായുടെ 3ാമത്തെ ഷോറൂം അവൾക്കായി 99 പ്രവർത്തനം ആരംഭിച്ചു. പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി ഗുണമേന്മയിലും സെലക്ഷനിലും മികവ് പുലർത്തി മുന്നേറുന്ന അവൾക്കായി ഷോറൂമിന്റെ മുകൾ നിലയിൽ പ്രവർത്തനമാരംഭിച്ച അവൾക്കായി 99ന്റെ ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും അവൾക്കായി പ്രൊപ്പറേറ്റർ CK മാഹിന്റെ മാതാവ് ഐഷ നിർവഹിച്ചു. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസി മുഖ്യ അതിഥിയായി. കോർപ്പറേഷൻ കൌൺസിലർ ഷീബ ജോയി, ഷൈജു ബഷീർ, അവൾക്കായി 99 പ്രൊപ്പറേറ്റർ CK മാഹിൻ, കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായി. കോർപ്പറേഷൻ കൌൺസിലർ ഷീബ ജോയി, ഷൈജു ബഷീർ, അവൾക്കായി 99 പ്രൊപ്പറേറ്റർ CK മാഹിൻ, കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായി. പുതുപുത്തൻ ഫാഷനുകളിലും ഡിസൈനുകളിലുമുള്ള 99 രൂപ മുതൽ 699 രൂപ വരെ വില വരുന്ന വെസ്റ്റേൺ ടോപ്പ്, ജീൻസ്, ടീഷർട്ട്, ക്രോപ്പ് ടോപ്പ്, ജീൻസ് ടോപ്പ്, നൈറ്റി, ഡെയിലി വെയേഴ്സ്, ഫംഗ്ഷൻ വെയേഴ്സായ ഫ്രോക്ക്, ലെഹങ്ക, ചുരിദാർ, പാർട്ടി വെയർ ഗൗൺ തുടങ്ങിയവയുടെയും 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള വിവിധ ശ്രേണിയിലുള്ള വസ്ത്രങ്ങളുടെയും വിപുലമായ ശേഖരം ഇവിടെ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7135 രൂപ, പവന് 57,080 രൂപ. വെള്ളി ഗ്രാമിന് 97 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3224 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. അതിരപ്പള്ളി വടാട്ടുപാറയിൽ സഹോദരങ്ങൾ തമ്മിലുണ്ടായ വാക്ക് തർക്കത്തെ തുടർന്ന് യുവാവ് വെട്ടേറ്റ് മരിച്ചു. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം കോളനിയിലെ സത്യനാണ് മരിച്ചത്. സത്യന്റെ ജ്യേഷ്ഠൻ ചന്ദ്രമണി പോലീസ് കസ്റ്റഡിയിൽ. തൃശൂർ പൂരം കലക്കൽ ഉൾപ്പെടെ വിവാദ വിഷയങ്ങളിൽ ഉൾപ്പെട്ട ADGP MR അജിത് കുമാറിനെ DGP ആക്കുവാൻ സർക്കാരിന്റെ പച്ചക്കൊടി. സ്ക്രീനിംഗ് കമ്മിറ്റി ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചു.
JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. രാജ്യത്തെ അതിന്യൂനപക്ഷങ്ങൾക്ക് തുല്യമായ അവകാശങ്ങൾ ലഭ്യമാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കേണ്ടതുണ്ടെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. വേലുപ്പാടത്ത് കടുവയെ കണ്ടുവന്ന അഭ്യൂഹം ആശങ്കയ്ക്കിടയാക്കി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് പരിശോധന നടത്തി. കടുവയുടെ സാന്നിധ്യം കണ്ടെത്താനായില്ലെന്ന് വനം വകുപ്പ്. വെറ്റിലപ്പാറയിലും മോതിരക്കണ്ണി പുലാർമുടിയിലും വരന്തരപ്പള്ളി കാരിക്കുളം കടവിലും കാട്ടാനകൾ ഇറങ്ങി. നിരവധി കാർഷിക വിളകൾ കാട്ടാനകൾ നശിപ്പിച്ചു. മലക്കപ്പാറ ആനക്കയത്ത് പിടിയാനയുടെ ജഡം കണ്ടെത്തി. കൊടകര ടൗണിലെ പൊതു ശൌചാലയങ്ങൾ പ്രവർത്തനക്ഷമമല്ലാത്തത് ജനങ്ങളെ വലയ്ക്കുന്നതായി പരാതി. മാർക്കറ്റിനകത്തെ പൊതു ശൌചാലയം അടച്ചിട്ടത് വെള്ളമില്ലാത്തതിനെ തുടർന്ന്. ബുള്ളറ്റിൻ പുറമാകുന്നു. നമസ്കാരം.